ഹായ് മക്കളെ, നിങ്ങൾ സ്വന്തം കപ്പൽ തീയിട്ട് നശിപ്പിച്ച പടയാളികളുടെ കഥ കേട്ടിട്ടുണ്ടോ? ആ കഥയാണ് ഞാൻ ആദ്യം പറയുന്നത്. കഥ നടക്കുന്നത് AD പോലുമല്ല, BC-യിലാണ്. BC 300-ലെങ്ങാനാണ്. ലോകം കീഴടക്കാനുള്ള അലക്സാണ്ടർ ചക്രവർത്തിയുടെ പടയോട്ടത്തിൽ ഏറ്റവും വലിയ വിലങ്ങുതടിയായി നിന്നത് പേർഷ്യൻ സാമ്രാജ്യമായിരുന്നു. പേർഷ്യൻ സാമ്രാജ്യം കീഴടക്കാൻ അലക്സാണ്ടർ തൻ്റെ സർവ്വസന്നാഹവുമായിട്ട് ആ പേർഷ്യൻ മണ്ണിലേക്ക് കപ്പലിൽ വന്നിറങ്ങിയതിന് ശേഷം ഏറ്റവും ആദ്യം ഉത്തരവിട്ട എന്താണോ? ആ കപ്പലുകളൊക്കെ തീയിട്ട് നശിപ്പിക്കാൻ. അപ്പം ബാക്കിയുള്ള പടയാളികളൊക്കെ ചോദിച്ചു, അപ്പം നമ്മളെങ്ങനെ തിരിച്ചു? അപ്പം മൂപ്പര് പറയാണ്, നമ്മൾ തിരിച്ചു പോകുന്നത് പേർഷ്യക്കാരുടെ കപ്പലിലായിരിക്കും, അല്ലെങ്കിൽ എന്താ, നമ്മൾ ഈ മണ്ണിൽ വീണ് മരിക്കും എന്നുള്ളത്. ഈ ഒരു കഥയ്ക്ക് ഞാനുമായിട്ട് ഭയങ്കര ആത്മബന്ധമുണ്ട്. അതായത് +1 +2ൻ്റെ കൂടെ അന്നത്തെ JEE മെയിൻസ് ക്ലിയർ ചെയ്തിട്ട് NIT കാലിക്കറ്റിൽ കമ്പ്യൂട്ടർ സയൻസിന് അഡ്മിഷൻ കിട്ടിയ ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ ആ ഒരു +1 +2 ജീവിതത്തിൽ ഞാൻ ഓൾമോസ്റ്റ് ഈ ഒരു സിമിലർ റിസ്ക് എടുത്തത്. അതായത് എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ടീച്ചേഴ്സ്, എന്തിനും എൻ്റെ പാരൻസ് അടക്കം പറയുന്നുണ്ട്, മോനെ JEE എങ്ങാൻ നിനക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ബോർഡ് എക്സാമിന് മാർക്കില്ലാതെ നിനക്ക് എവിടെ അഡ്മിഷൻ കിട്ടൂലായിരുന്നു എന്നുള്ളത്. പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് ഊർജ്ജമായത് ഈ കപ്പൽ കത്തിച്ച അലക്സാണ്ടറിൻ്റെയും കൂട്ടാളികളുടെയും കഥയായിരുന്നു അല്ലേ? അതായത് ഈ ഒരു അവസ്ഥയിലാണ് ഒരുപാട് JEE ആസ്പിരൻസ് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് JEE മെയിൻസിന് ഇനി ആകെ 15 ദിവസം മാത്രം. അവരെന്ത് ചെയ്തിട്ടുണ്ട്, പല സ്റ്റേജിലും പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ലാസ്റ്റ് മൊമെന്റിൽ എസ്പെഷ്യലി +2 വിദ്യാർത്ഥികൾ, റിപ്പീറ്ററുടെ കഥ ഞാൻ ബാക്കി പറഞ്ഞു കേട്ടോ, +2 വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ മുന്നിലുണ്ട്. ലാബ് എക്സാം മുന്നിലുണ്ട്, അതിനുശേഷം മോഡൽ എക്സാം ഉണ്ട്, ആൻഡ് +2ൻ്റെ കൂടെ തന്നെ +1 ഇംപ്രൂവ്മെന്റ് നടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് JEEക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ +2 മാർക്ക് കുറയൂലേ? ആ ഒരു സംശയത്തിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരില്ല. അതായത് ഒരു 50-60% ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇവർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, എന്താണ്, ബേൺ യുവർ ഷിപ്പ് നൗ. അതായത് ഈ 15 ദിവസം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 15 ദിവസം നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ബോർഡ് എക്സാം ഒഴിച്ച് ബാക്കി മുഴുവൻ നിങ്ങൾ JEEക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോകം കീഴടക്കാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച്, ഫെബ്രുവരി 12 മുന്നേ നിങ്ങളുടെ JEE മെയിൻസിന്റെ റിസൾട്ട് വരും. അതിലൊരു 98, എന്തിന് 97% നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ NIT ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പാണ്. പിന്നെ നിങ്ങൾ ആകെ വേണ്ടത് ആ +1 +2ന് വേണ്ട മിനിമം മാർക്ക് ഉറപ്പിക്കല. അത് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. പിന്നെ ആലോചിച്ച്, ലൈഫ് സെറ്റാണ്. ഈ ഒരു കാര്യം ഉണ്ടല്ലോ, ഈ ഒരു ആനുകൂല്യം പോലും അന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അന്ന് ഞങ്ങൾക്ക് ഒരൊറ്റ JEE ഉള്ളൂ. അത് മാർച്ചിലെ ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് ഏപ്രിലിൽ നടക്കാൻ പോകുന്ന JEE. അതായത് ഉറപ്പ് പോലും ഇല്ല JEE കിട്ടുന്നില്ല. എന്നിട്ടാണ് ബയോളജിയുടെ സ്റ്റഡി ലീവിന് പോലും ഞങ്ങളെ പോലത്തെ ഒരുപാട് ആൾക്കാർ JEEക്ക് വേണ്ടി മാത്സും ഫിസിക്സും പഠിച്ചത്. അവസാനം എന്താണ്, ഞങ്ങൾക്ക് ആ ലോകം കീഴടക്കാൻ പറ്റണം. മക്കളെ, എന്ന് ഞാൻ NIT കാലിക്കറ്റിൽ കാലെടുത്ത് വെച്ചോ, അതിനുശേഷം എനിക്ക് പിന്നെ ലൈഫിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അത്രയ്ക്കും വലിയൊരു പ്രിവിലേജും കംഫർട്ടുമാണ് എന്ത് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി IIT-യിലേക്കാണെങ്കിലോ പറയാനും വേണ്ടല്ലേ. അതുകൊണ്ട് ദ ക്വസ്റ്റ്യൻ ഈസ് ദിസ്, ഈ 15 ദിവസം കൂടെ, ഇത്രയും കാലം നിങ്ങൾ കുറച്ചൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടില്ലേ, അല്ലെങ്കിൽ സ്വപ്നം കണ്ടിട്ടില്ലേ? ഈ 15 ദിവസം എല്ലാം മറന്ന്, എല്ലാ കംഫർട്ട് സോണും മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുള്ളത് മാത്രമാണ് ക്വസ്റ്റ്യൻ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, 15 ദിവസം നിങ്ങൾ JEEക്ക് വേണ്ടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നത്തെ 1 മാസം 1.5 മാസം അല്ല നിങ്ങൾക്ക് ബോർഡ് എക്സാം കഴിയാൻ. ആ 1.5 മാസം നിങ്ങൾ ഇതുപോലെ പഠിക്കുന്നത് പോലെ ആയിരിക്കില്ല. നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഒക്കെ എന്താണ്, 10-15 ഇരട്ടി നിങ്ങൾക്ക് കൂടും. വളരെ എളുപ്പത്തിൽ കാര്യം മനസ്സിലാവും. കാരണം ഈ 15 ദിവസം നിങ്ങളെ ബ്രെയിനിന് ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ കൊടുക്കാത്ത അത്രയും എഫേർട്ടാണ്, എക്സസൈസാണ് നിങ്ങൾ കൊടുക്കുന്നത്. ദ ക്വസ്റ്റ്യൻ ഇസ് ദിസ്, ഈ 15 ദിവസം എഫേർട്ട് എടുക്കാൻ തയ്യാറാണ്. എഫേർട്ട് എടുത്ത ആൾക്കാരൊക്കെ IIT, നമ്മളെ ഇക്രം നിങ്ങളെപ്പോലെ തന്നെയായിരുന്നു. നിങ്ങളെപ്പോലെ തന്നെ +2ൻ്റെ കൂടെ പഠിച്ചിട്ടാണ് ഇപ്പം IIT മദ്രാസിലാണ്. NIT-യിലല്ല അവൻ അവസാനിച്ചത്, IIT മദ്രാസിലാണ് അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഗോകുൽ ബിറ്റ്സിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ലെവലുള്ള ഒരു ഫ്യൂച്ചറാണ്. അത്രയും കാലം ട്രൈ ചെയ്തില്ലടാ ഒന്നും. പിന്നെ ഒരു കാര്യം, ഈ ഒരു റിസ്ക് ടേക്കിംഗ് മെൻറ്റാലിറ്റിയുടെ ലൈഫിൽ വേണ്ടത്. ആരോടൊന്നും പറയണ്ട,
15 ദിവസം ഞാൻ ജെഇക്ക് വേണ്ടി പഠിക്കാൻ നിങ്ങൾ തയ്യാറാവാം. ഇനിയിപ്പോൾ റിപ്പീറ്റേഴ്സിൻ്റെ കേസോ 1 വർഷത്തോളം നിങ്ങൾ ഇതിനു വേണ്ടി മെനക്കെടുന്നുണ്ട്. എനിക്കറിയാം, എന്നോട് സംസാരിക്കുന്ന ഒരുപാട് ജെഇ റിപ്പീറ്റേഴ്സ് പറയുന്നൊരു കാര്യമുണ്ട്, എന്ത് സാർ ഇതുവരെ അങ്ങോട്ട് റെഡിയായി വന്നിട്ടില്ല. പക്ഷേ ഞാൻ പലപ്പോഴും നിങ്ങളോട് പലതവണ പറയുന്ന കേസാണ്, നിങ്ങൾ വിചാരിക്കുന്ന പ്രോഗ്രസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. പക്ഷെ അങ്ങനെയല്ല മക്കളെ പ്രോഗ്രസ് ഉണ്ടാകാൻ പോകുന്നത്. പ്രോഗ്രസ് ഈസ് ഓൾവേസ് എങ്ങനെയാണ്? ഓൾവേസ് എക്സ്പെണൻഷ്യൽ. ആദ്യത്തെ കുറേ കാലം വലിയ പുരോഗതി ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു സ്റ്റേജിൽ എന്താണ്, ആ ഒരു ബ്രേക്ക് നമ്മൾ കടക്കും. ആൻഡ് അവിടുന്ന് അങ്ങോട്ടുള്ള പ്രോഗ്രസ് എന്ന് പറയുന്നത് എക്സ്പെണൻഷ്യൽ ആയിരിക്കും. ആൻഡ് ഈ ഒരു സമയത്തിന് നമ്മൾ വാലി ഓഫ് ഡിസപ്പോയിൻമെന്റ്, നിരാശയുടെ താഴ്വര എന്നൊക്കെ പറയാം ഈ ഒരു സമയത്ത്. പക്ഷെ എന്താണ്, ഒരു പക്ഷേ നിങ്ങളുടെ ആ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടുള്ള 15 ദിവസമായിരിക്കും. അതായത് മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, 1 വർഷത്തോളം അല്ലെങ്കിൽ 6-7 മാസം നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് എന്തായാലും നിങ്ങൾക്ക് പുരോഗതി ഉണ്ട് നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ വിചാരിച്ചത്ര എത്താത്തല്ലേ. ഈ 15 ദിവസം കൂടെ ഒന്ന് ആഞ്ഞ് ശ്രമിച്ചു നോക്കടാ, ഉറപ്പായിട്ടും ബ്രേക്ക് ഈവനിലേക്ക് എത്തും. NITയും IITയും എന്താണ് ഇപ്പോഴും നിങ്ങളെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ തളരാതിരുന്നാൽ മതി. സോ 2 കൂട്ടരോടും ഒരൊറ്റ ചോദ്യം മാത്രമാണ്, ഈ 15 ദിവസം എല്ലാ കംഫർട്ട് സോണും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ? +2 പഠിക്കുന്ന മക്കളോടും ജെഇക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്ത് മക്കളോടാടാ, മനസ്സിലാക്കണം, നീറ്റിന് വേണ്ടി റിപ്പീറ്റ് ചെയ്തിട്ട് മാത്സ് തൊട്ട് നോക്കാതെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും NITയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ അത് പറ്റിയിട്ടുണ്ടെങ്കിൽ നോക്കണം, നീറ്റിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്തത്. കഴിഞ്ഞ 6 മാസവും 2 വർഷമായിട്ട് ജെഇക്ക് വേണ്ടി നോക്കിക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് എന്താണല്ല, അതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഈ ഒരു 15 ദിവസം കൂടെ എഫേർട്ട് എടുത്താൽ അപ്പം എന്താണ്, ഏകദേശം നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടാവും, സാറേ എനിക്ക് തയ്യാറാണ്, എനിക്കൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണമെന്നുണ്ട്. പക്ഷെ ഇനി എന്താ വഴി എന്നാണെങ്കിൽ മക്കളെ, ആ വഴിയാണ് നാളെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ജെഇ സ്വപ്നം കാണുന്ന മുഴുവൻ +2ലെയും റിപ്പീറ്റേഴ്സ് വിദ്യാർത്ഥികൾക്കും വേണ്ടി അടുത്ത 15 ദിവസം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നാളെ 7-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 7 മണിക്ക് നമ്മുടെ ജെഇ ചാനലിൽ നടത്താൻ പോവാണ്. ഇതിലെന്തുണ്ട്, വളരെ കൃത്യമായിട്ട് വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ, കെമിസ്ട്രി മുഴുവൻ പാഠങ്ങളും നിങ്ങൾ പഠിക്കണം. ഫിസിക്സിലും മാത്സിലും കുറച്ച് പാഠങ്ങളെ ഫിസിക്സിൽ കുറച്ച് പാഠങ്ങളാണെങ്കിൽ മാത്സിൽ ചിലപ്പോൾ കുറച്ച് ടോപ്പിക്കുകളായിരിക്കും. അത് ഏതൊക്കെ ടോപ്പിക്ക് എപ്പോൾ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെയുള്ള കംപ്ലീറ്റ് റോഡ് മാപ്പ് എന്താണ് നിങ്ങൾക്ക് നാളെ രാത്രി 7 മണിക്ക് വരും. സോ ഉറപ്പായിട്ടും നിങ്ങൾ ഉണ്ടാവുക. ആൻഡ് നിങ്ങൾ മാത്രം ഉണ്ടായപ്പോൾ ഈ ഒരു യാത്രയിൽ ഏറ്റവും ബെസ്റ്റ് പാർട്ട്, നിങ്ങൾക്ക് കുറച്ച് അക്കൗണ്ടബിലിറ്റി പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇക്രത്തിന് ആ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ എല്ലാ ആൾക്കാരും എന്ത് ചെയ്തിട്ടുണ്ട്, NITയിലും IITയിലും എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ഗ്രൂപ്പിനെയും കൂട്ടി നിങ്ങൾ വരിക. രാത്രി 7 മണിക്ക് ലൈവിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് നോട്ടിഫൈ മീ ഒക്കെ വെച്ചിട്ട് അലാറം വെക്കുക. നാളെ രാത്രി 7 മണിക്ക് നിങ്ങൾ ഉണ്ടാവുമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ ഉണ്ടാവും സാർ എന്നുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. കപ്പൽ കത്തിച്ചവരാണ് ലോകം കീഴടക്കിയിട്ടുള്ളൂ. അത് തന്നെ എനിക്കും നിങ്ങളോട് പറയാനുള്ളൂ. യെസ്, അപ്പം നാളെ രാത്രി 7 മണിക്ക് കാണാം. ബൈ.